കൃഷ്ണനെ നമ്മ ക്ലീൻ ചെയ്ത് 12 മണിക്കൂറിനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോ 11 മണിയായി. നമ്മൾ പടക്കം വായിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് വൺസ് മോർ. ഇത് മറ്റേ ബ്ലോഗിന്റെ ഷോപ്പിംഗ് ബ്ലോഗിന്റെ കണ്ടിന്യൂഷനാണ്. ഈ ടി വി സ്റ്റാൻഡൊക്കെ നമുക്ക് ക്ലീൻ ആക്കണം, തുടയ്ക്കണം. അവിടെ ആയിരിക്കും അവിടെ ഇല്ലെങ്കിൽ അവിടെ ആ സൈഡിലായിരിക്കും നമുക്ക് കണ്ണാണ് സെറ്റ് ചെയ്യാൻ ട്രെയിൻ കൂടി ഇല്ലാത്തതുകൊണ്ട് താഴെ മതിൽ ജനലിന്റെ അവിടെ വെച്ചേക്കണം. അതുകൊണ്ട് എങ്ങനെ സംസാരിക്കണം. ട്രെയിൻ പോണുണ്ട്. വീടാണ് ശല്യം. വെയിറ്റ്, അടയ്ക്ക് വ്ലോഗെടുക്കാണ് കല്ലിട്ടേരി. ഇത് ഞാൻ പൊക്കിയാ പോകൂല ഉള്ളില്. ഇത് പട്ടെടുത്ത് ക്ലീൻ ചെയ്തിട്ട് വരാട്ടോ ഗൈസ്. ഞാൻ കണി വെക്കാം. നമ്മുടെ കൃഷ്ണനെ ആക്ച്വലി നമുക്ക് തുടച്ച് സെറ്റ് ആക്കണം. നമ്മുടെ കൃഷ്ണൻ ആക്ച്വലി ക്ലീൻ ചെയ്യണം. പൊടിയുണ്ട്, ക്ലീൻ ചെയ്യണം. തിരിച്ചടിക്കുള്ളൂ പൊട്ടിയാല്. അപ്പൊ എല്ലാം ചെയ്തിട്ട് വൃത്തിയാക്കുക. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കണി വെക്കാൻ വേണ്ടി. എന്തൊരു കഷ്ടപ്പാടാണ്. ഓക്കെ, ബൈ. ഗൈസ്, നമ്മ വീടൊക്കെ ഒതുക്കി ഇപ്പൊ കുളിച്ച് ഫ്രഷ് ആയിട്ട് കൃഷ്ണനെ തുടയ്ക്കണം. പിന്നെ കടി വെക്കേണ്ട സാധനമൊക്കെ എടുത്ത് വെക്കണം. ഫ്രൂട്ട്സ് ഒക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കണം. ഇത് സപ്പോർട്ടീവായ ഫ്ലാഷ് ഒക്കെ അടിച്ചത്. ഈ കണി ഐറ്റംസ് നമുക്ക് ഹാളിലോട്ട് മാറ്റണം. ഓക്കെ, എനിക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴുകണം, തുടച്ച് വെക്കണം. ഇനി വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം ഉരുളിയിലൊക്കെ വെക്കണം. ഇതിനൊക്കെ ഓരോ ഐതിഹ്യങ്ങളുണ്ട്. ഞാൻ ഇൻസ്റ്റേ കണ്ടതാണ്ട. ഓക്കെ, നമുക്ക് ഇതൊക്കെ പോയി വാഷ് ചെയ്ത് വരാം. ഇവരെന്നെ സഹായിക്കുന്നതാണ്. അത് കാണണ്ട ഉരുളിയിൽ അരിയിടാൻ. വെറുതെ ഇട്ടാ മതി. എടാ കഴുകിക്കാതെ പറഞ്ഞിട്ടേ. കൃഷ്ണനെ നമ്മ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി. ഇനി എന്താണ്
ലാസ്റ്റ് കണി കാണാൻ വേണ്ടിയുള്ള സെറ്റപ്പിലേക്ക് അറേഞ്ച് ചെയ്യാം. നല്ല രസമല്ലേ? ഫസ്റ്റ് ടൈമാണ് ഈ കൃഷ്ണനെ വെച്ച് വിഷു ആഘോഷിക്കാൻ പോണം. ബിക്കോസ് ഇത് വാങ്ങിച്ചിട്ട് 2 കൊല്ലമായി. 2 കൊല്ലം വീട് പണിയെടുക്കണോണ്ട് ഒന്നും ചെയ്തില്ല, അവിടെ തന്നെ വെച്ച്. ഫസ്റ്റ് ടൈം നമ്മൾ കണ്ണനെ വെച്ച് കണി കാണാൻ പോണേന്ന്. നമുക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം. കണി വെക്കുമ്പോ 11:12 മണിക്കൂറിനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോ 11 മണിയായി രാത്രി. നമ്മളെല്ലാം ഹറിബറിയായിട്ട് ചെയ്യണം. ഇനി സ്വർണ്ണ നിറത്തിലുള്ള കണി കാണാണ്ട് പഠിച്ചോ. ഇനി കളി വെള്ളരി. പിന്നെ എന്തെങ്കിലും വെക്കാൻ പറ്റില്ല. ചക്കയും പൈനാപ്പിളൊക്കെ മുന്തിരി മേടിച്ചില്ലേ നമ്മ? നിങ്ങൾ ചക്ക മീനാണെന്താ? ഞാനിവിടെ ഓട്ട മത്സരമാണ്. 12 മണിക്ക് മുന്നേ ഇത് സെറ്റ് ചെയ്യണം. എടി അത് കുത്തനായിരിക്കും. അതല്ല കിട്ടുമെന്നതാണ്. അങ്ങോട്ട് കുമ്പളങ്ങി പച്ചവെച്ച് ഇത്രയാണ് മെയിൻ. എന്തൊക്കെ വെച്ചില്ലെങ്കിലും ഇതൊക്കെ വെക്കണം. ഫസ്റ്റ് മാങ്ങ വെക്കണം. മാങ്ങ വീട്ടിലേക്ക് പിന്നെ ഫ്രൂട്ട്സ് വെക്കാം. ഇതിനൊക്കെ ഓരോ ഐതിഹ്യമുണ്ട്. അതൊക്കെ രാവിലെ എന്താണ് ഇതൊക്കെ ഓപ്ഷണലാണ്. പൈസ ഉള്ള പോലെ ചെയ്യാൻ. അതും ആ വീഡിയോ പറയണുണ്ട് കേട്ടോ. വേണ്ട, നീ എങ്ങനെ പരം വെച്ചേക്കണെന്നറിയോ? ഇതെല്ലാം വേണമല്ലോ ഇതിലൊഴിക്കാൻ. വേണ്ട, എടുത്തോ. കൃഷ്ണനെയൊക്കെ സെറ്റ് ചെയ്ത് ഇനി കണി കണ്ടാ മതി. 12 മണിക്കുള്ളിൽ തീർന്ന് 11:30 ഉള്ളില് സെറ്റ് ചെയ്ത് എഴുതി. ഇവള് വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. അപ്പൊ നമുക്കിനി കണി കാണണ്ട. അതൊക്കെ അമ്മയാണ് കിട്ടിയ. നമ്മൾ പടക്കം വായിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓലപ്പടക്കം മാത്രമേ ഉള്ളൂ. ഒരു കമ്പത്തിന് 4 വിശ്വക്കല്ലേ? എന്താണോ ഒന്നെങ്കിൽ നമ്മ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പാതിരാത്രി എഴുന്നേണ്ടി വന്നേക്കണേന്ന്. നാട്ടുകാരന്റെ ഉറക്കം കളയാൻ വേണ്ടി. എന്താണ് കച്ചട് അവിടെ പടക്കത്തിന്റെ അത് വീഴണവരുത്. പേടിയൊക്കെ മാറി കിട്ടിയാല് സിബിയുടെ പൂത്തിരിയൊക്കെ കത്തിക്കടാ. വേണ്ട റിസ്കി ഷോട്ട്സ് ഒന്നും വേണ്ട. ഓക്കെ. ആ സുഹൃജിത്തെ പേടിയാണ്. പക്ഷേ ഇല്ലേ ഇപ്പൊ എല്ലാത്തിനും പോലീസ് ഒന്ന് ഓടിക്കുന്നതാണ്.
അതിങ്ങനെ കറക്കുമ്പോ കിട്ടണണ്ട മറ്റേ വട്ടം കിട്ടണണ്ട. കൈ പൊള്ളി ആക്ച്വലി അറിഞ്ഞു. ഓടിവാ, ഞാൻ പുഷ്പാളിക്കാൻ പോണേ. എടുത്തോന്നെ ഓടിവാ. എറിഞ്ഞു, കൈയൊന്നും പോകുന്നില്ല. കൈ എറിയില്ല, കൈ പിടിക്കാൻ. കൈ പിടിക്കാൻ പോടാ. അതിന് കുഴപ്പമൊന്നുമില്ല. നിക്ക് പൊട്ടിക്കേടി പൊട്ടിക്ക്. എന്റെ മുടി കത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കണ തിരിച്ചെടുക്കാൻ പോകേണ്ട തല. എന്താ മാസാണ് കൊണ്ട ശരി മതിക്കണം. നോക്കല്ലേ പൊട്ടണമല്ലല്ല. അത് തന്നെ കറക്റ്റ്. ബോംബുണ്ടാക്കി കളിക്കണ ഒരു പടക്കം. എന്തെങ്കിലും പറയാനുണ്ടോ? പന്ത്രണ്ട് മണിയായോ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു ഗൈസ്. ഇത് ദീപ്തിന. ഗോ ആൻഡ് ദീപ്തിനെ വിളിക്ക്. നീ ഓർഡർ ഒരു കല്യാണത്തിന് എന്റെ അമ്മ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. എന്റെ അമ്മേനെ ഇവിടെ ബ്ലോക്ക് സബ്സ്ക്രൈബറാണോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എന്റെ അമ്മ എല്ലാം എന്റെ അമ്മമ്മയുടെ ഏറ്റവും വലിയ കണ്ടതല്ലേ സീരിയൽ പറഞ്ഞ എല്ലാം കേൾക്കും. ടിവിയിലിടണം. ഗ്രീഷ്മ ഇട്ടതില്ല ചത്ത എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പ്രാവശ്യം
മതിയാ നീ എന്തിനാ പോണേ നമുക്ക് ദീപ്തിയുടെ വീട്ടിൽ നിന്ന് സദ്യയൊക്കെ കഴിച്ച് റെസ്റ്റിംഗ് ആണ്. അതൊക്കെ ഉണ്ടാവും. ഞാൻ ഒട്ടിച്ച ഉടുപ്പിയത് പിന്നെ ഇന്ന് ഇപ്പൊ തോപ്പുംപടിയിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് പോകും. എന്റെ വല്യമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഞങ്ങളുടെ ഉത്സുഖം വരുന്നുണ്ട്. റീൽ ഷൂട്ട് ചെയ്യണം ഗൈസ്. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ തിന്ന് ഇപ്പൊ റിലാക്സിങ് സ്റ്റേജിലാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഒരുങ്ങി റീലൊക്കെ ചെയ്യണമെന്ന് കാണാം. ബൈ. ഹലോ ഗായ്സ്, ഞാൻ പ്രവീണ വണ്ടി ഓടിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പം അവിടുത്തെ വിശേഷം